ഇന്നും നാളെയും നടക്കുന്ന ഭരണഘടനാ ചർച്ചയിൽ എല്ലാ ലോക്സഭാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് ആണയിട്ട് പറഞ്ഞിരിക്കുകയാണ് ബിജെപിയും കോൺഗ്രസും. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇരു പാർട്ടികളും തങ്ങളുടെ ലോക്സഭാ എംപിമാർക്ക് വിപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 3 വരി വിപ്പാണ് ലോക്സഭാ എംപിമാർക്ക് ബിജെപിയും കോൺഗ്രസും നൽകിയിരിക്കുന്നത്. ശനിയാഴ്ച ലോക്സഭയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകുമെന്നാണ് വിവരം. ഡിസംബർ 16-ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതേ വിഷയത്തിൽ രാജ്യസഭയിൽ ചർച്ച ആരംഭിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷവും അറിയിച്ചിരിക്കുകയാണ്. ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി സഭ പ്രവർത്തിപ്പിക്കണമെന്നും ചർച്ച നടത്തണമെന്നും പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തി. എനിക്കെതിരെയുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അത് അദ്ദേഹം പരിശോധിക്കുമെന്ന് പറഞ്ഞുവെന്നാണ് രാഹുൽ ചൂണ്ടിക്കാട്ടിയത്. സഭ പ്രവർത്തിക്കുകയും സഭയിൽ ചർച്ച നടത്തുകയും ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം. ബിജെപി തന്നെ കുറിച്ച് എന്തു പറഞ്ഞാലും ഡിസംബർ 13-ന് ചർച്ച നടക്കണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഗൗതം അദാനിക്കെതിരായ ആരോപണങ്ങളിൽ ബിജെപി ചർച്ച ആഗ്രഹിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുകയുണ്ടായി. അദാനിയെക്കുറിച്ച് അവർ ചർച്ച ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇത് ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അവർ ഞങ്ങളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കും. പക്ഷേ സഭ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നവംബർ 25-നാണ് ആരംഭിച്ചത്. സമ്മേളനം ഡിസംബർ 20 വരെ നീളും. ഇന്ത്യയിൽ പാർലമെന്റിന്റെ സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് സർക്കാരാണ്. അതേസമയം ചെയർമാൻ ജഗദീപ് ധൻഖറിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലും കോടീശ്വരനായ നിക്ഷേപകനായ ജോർജ് സോറസുമായി കോൺഗ്രസ് നേതൃത്വത്തിന് ബന്ധമുണ്ടെന്ന ബിജെപിയുടെ ആരോപണത്തിലും ട്രഷറിയിലെയും പ്രതിപക്ഷ ബെഞ്ചിലെയും അംഗങ്ങൾ ഇടപാടുകൾ നടത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാജ്യസഭാ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. അതേസമയം സഭയിൽ നടന്ന ഒരു പ്രധാന ചർച്ച റോഡ് അപകടമാണ്. രാജ്യത്ത് പ്രതിവർഷം 1.78 ലക്ഷം പേർ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നുണ്ടെന്നും ഇരകളിൽ 60% 18 മുതൽ 34 വയസ്സിനിടയിലുള്ളവരാണെന്നും റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയെ അറിയിച്ചു. ആളുകൾ നിയമത്തെ ഭയപ്പെടുന്നില്ലെന്നും പലരും ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നുണ്ടെന്നും ചിലർ റെഡ് സിഗ്നൽ ചാടുന്നുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനിടയിലാണ് ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ എല്ലാ ലോക്സഭാ എംപിമാർക്കും 2024 ഡിസംബർ 13, 14 തീയതികളിൽ സഭയിൽ ഹാജരാക്കണമെന്ന് നിർബന്ധമാക്കി 3 വരി വിപ്പ് പുറപ്പെടുവിച്ചത്. പാർട്ടി ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് പ്രധാന നിയമനിർമ്മാണ കാര്യങ്ങൾ ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടും.